ഉമ്മമാരുണ്ട്, മക്കളെ ശപിക്കുന്ന വാപ്പമാരുണ്ട്. പടച്ചവനെ, ഭാര്യ ഭർത്താവിനെ ശപിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ശപിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ശാപം നല്ലതല്ല, അത് നിനക്ക് നാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. പരസ്പരം ചിലർക്ക് അതൊരു ശീലവാ. പണ്ടുള്ള ആൾക്കാരൊക്കെ മണ്ണ് വാരിയിടും, നീ മുടിഞ്ഞു ഓട്ടടാ അല്ലേ. പണ്ടത്തെ ഉമ്മമാരൊന്ന് പറഞ്ഞാൽ രണ്ടിന് പറയണ വാക്ക്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണില്ല. ഇരുന്ന് ശപിക്ക. അവസാനം തന്റെ മോൻ കൊത്തുവാള എടുത്ത് കിടക്കുന്ന കാണുമ്പോ ഈ ഉമ്മ തന്നെ കാണണ്ടേ. ഒരു ദേശത്തിൽ എന്തെങ്കിലും വരുമ്പോ ചാടിക്കേറിയിട്ട് നീ ചാവൂടാ നീ. ഓരോ വാക്കുകളെ ആരാ പറയണത്? സ്വന്തം ഉമ്മ, സ്വന്തം വാപ്പ. ഭർത്താവ് ഭാര്യയെ ശപിക്കുന്നു, ഭാര്യ തിരിച്ചിങ്ങോട്ട് നിങ്ങളുടെ മൂടാ എപ്പോഴാ നിങ്ങളുടെ കൂടെ കൂടാൻ തോന്നിയത് അല്ലേ. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുക. ശപിക്കാൻ പാടില്ല ആരെയും. ശപിക്കാൻ ഇനി ചില സാഹചര്യങ്ങളിൽ ശപിക്കും. ഇപ്പൊ ഒരാളെ മാനസികമായിട്ട് ശാരീരികമായി പീഡിപ്പിക്കുകയാ, രക്ഷപ്പെടാൻ ഒന്നുമില്ല, അവസാനം അവൻ ശപിച്ചു. അപ്പൊ ചിലപ്പോൾ ശാപം കിട്ടും. പക്ഷേ ഒരാളെ വെറുതെ ശപിച്ചാൽ ആ ശാപം ശപിച്ചവന്റെ തലയിൽ തന്നെ വന്ന് വീഴും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഒരാളെ വെറുതെ ഇരുന്ന് ശപിച്ചാൽ ഞാൻ ശപിച്ച ശാപം ആ മനുഷ്യൻ്റെ അടുക്ക പോകും. അദ്ദേഹത്തിന് അത് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ അത് നേരെ ആകാശത്തേക്ക് ഉയരും. ആകാശത്ത് മലക്കുകൾ കവാടമടയ്ക്കും. അവസാനം അലഞ്ഞ് തിരിഞ്ഞ് ശപിച്ചവന്റെ തലയെ വന്ന് അവൻ തകരട്ടെ എന്ന് ഞാൻ പറഞ്ഞ അള്ളാഹു എന്നെ തകർത്തു കളയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മാതാപിതാക്കളെ ചിന്തിക്കണം. ചില സമയങ്ങളിൽ അവർ പറയുന്ന ഒരു വാക്ക്, അതാരുമാകട്ടെ, എത്ര വലിയ മഹാനാണെങ്കിലും ഉമ്മായും വാപ്പായും എൻ്റെ ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ ശബ്ദം കേൾക്കുന്ന വാപ്പമാര് ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറയുന്ന ഒരു വാക്ക് മലക്കുകൾ ആമീൻ പറഞ്ഞാൽ കഴിഞ്ഞു. സാധാ ഇവൻ കുരുത്തം കെട്ടവനാ, ഇവൻ ബുദ്ധിയില്ലാത്തവനാ, ആരാ പറയണ? വാപ്പ. നിന്റെ നാവ് കൊണ്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു വാപ്പ തന്റെ മകനെ കുറിച്ചിട്ട് ഇവൻ അനുസരണയില്ലാത്തവനാണ്, ഇവൻ കുരുത്തം കെട്ടവനാണ്, ഇവൻ ബുദ്ധിയില്ലാത്തവനാണ്, ഇവൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനാണ്, നീ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ മലക്കാമീന്ന് പറഞ്ഞ പിന്നെ അവൻ തലതിരിഞ്ഞു പോയിട്ട് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും നമ്മൾ പറയരുത്. കുരുത്തം കെട്ടവനാണെങ്കിലും അല്ല എൻ്റെ മോനെ നന്നാക്കല്ല, അതല്ലേ പറയണ്ടേ. അനുസരണയില്ലെങ്കിൽ തല്ലുകൊടുക്ക്. എന്തിനാ നിന്റെ നാവ് കൊണ്ട് പറയുന്നേ? എത്ര വലിയ മഹാനാണെങ്കിലും എത്ര വലിയ മനുഷ്യനാണെങ്കിലും ആ ഒരു വാക്ക് ശാപം വല്ലാത്തതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.